It is only from the word of God, from the words of Jesus Christ. ഇനി he is a comforter. അപ്പോൾ അവൻ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു. നമുക്ക് അവൻ സത്യത്തിലേക്ക് വഴി നടത്തുന്നു. മൂന്നാമത്, യേശുവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ വാക്കുകൾ മാത്രമേ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയുള്ളൂ. വേറെ ആരുടെയും വാക്കുകൾ എന്ന് പറയുമ്പോൾ ഒരു യേശു പറയാൻ സാധ്യതയില്ല. വേദപുസ്തകത്തിലില്ലാത്ത, വേദപുസ്തകത്തിൻ്റെ ആത്മാവിന് യോജിക്കാത്ത ഒരു പുതിയ ഉപദേശം നെവർ, അതൊരിക്കലും ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കത്തില്ല. പിന്നീട് ഹി ഈസ് എ കംഫർട്ടർ. അവൻ നമുക്ക് ഒരു ആശ്വാസപ്രദൻ. അവനെ പാരാക്ലിറ്റോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അതാണ്. എന്താ? അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ചും ആശ്വാസം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെ കാലയളവിലാണ്. നമുക്ക് പലപ്പോഴും കംഫർട്ട് വേണ്ടി വരുന്നത് എപ്പോഴാണ്? when we are persecuted, when we are in trouble. നമ്മൾ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോഴത്തേക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ആ കംഫർട്ടൊന്നും നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ, അതൊരു നല്ല കാര്യമാണോ തെറ്റായ കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും ഈ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ശരിക്കും കംഫർട്ട് നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അസുഖം വരുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലേ? ഞങ്ങളുടെ ഇളയ 2 പിള്ളേർ ഒരിക്കൽ കുളിമുറിയിൽ, ജെസ്സി വാസ് വെരി ബിസി വിത്ത് മെനി അതർ തിങ്സ്. അപ്പം കുറച്ച് ദിവസമായിട്ട് അവൾക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പിള്ളേരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർ 2 പേരും കൂടെ കുളിക്കുക, ഷവറിൻ്റെ പുറകെ കയറുന്ന കുളിക്കുക. അപ്പം രണ്ടാമത്തെ അവൾ മൂന്നാമത്തെ അവൾ പറയാം, എടി നമുക്ക് ഒത്തിരി നേരം നിന്നങ്ങ് കുളിക്കാം, അന്നേരം നമുക്ക് പനി പിടിക്കും, അന്നേരം പനി പിടിക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ നോക്കാൻ നേരം കിട്ടുമെന്ന്. അപ്പം പിള്ളേരുടെ മനസ്സിൽ എന്താണ്? കംഫർട്ട് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കംഫർട്ട് കിട്ടുന്ന എപ്പോഴാണ്? കംഫർട്ട് ആവശ്യമുള്ളപ്പോഴാണ് നമുക്ക് കംഫർട്ട് കിട്ടുന്നത്, അല്ലേ? നിങ്ങൾ കംഫർട്ട് കണ്ടുപിടിക്കുന്നത് ലോകത്തിൻ്റെ മോഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ കംഫർട്ട് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കംഫർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീടുണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതമുണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള ലോകമുണ്ട്. കംഫർട്ട്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പണം സമ്പാദിക്കുന്നു. കംഫർട്ട്സിന് വേണ്ടി നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. അങ്ങനെ ലോകത്തിൽ നിന്ന് സ്ഥിരമായിട്ട് കംഫർട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കംഫർട്ട് സ്വീകരിക്കുന്നത്? സോ ഈവൻ വി ആർ ലുക്കിംഗ് ടുവേർഡ്സ് വേർഡ്ലി തിങ്സ് ഫോർ അവർ കംഫർട്ട്. ലോകത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത് കംഫർട്ടിന് വേണ്ടി. പക്ഷേ ഇവിടെ കർത്താവ് പറയാണ്, ഹി ഈസ് എ കംഫർട്ടർ. അവനൊരു സഹായകനാണ്, അവനൊരു പാരാക്ലിത്തോസ്. അവൻ ഒരു സഹായകനാണ് തന്നെയല്ല, അവനൊരു ഒരു ആശ്വാസപ്രദനാണ്. പക്ഷെ അവനിൽ നിന്ന് എത്ര പേര് ഇന്ന് ആശ്വാസം പ്രാപിക്കുന്നുണ്ട്? നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ പരിശുദ്ധാത്മാവേ ഉണ്ടായിരുന്നുള്ളൂ ആശ്വാസപ്രദനായിട്ട്. അവർക്ക് പൈസ ഇല്ലായിരുന്നല്ലോ, അവരുടെ കാശില്ലായിരുന്നു, അവർക്ക് ലോകത്തിൽ കഷ്ടതയും പ്രയാസമൊക്കെ. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മ വലിയൊരു അത്യാവശ്യമൊന്നുമില്ല. അതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ സഭയുടെ പാളിച്ച എന്ന് പറയുന്നത്. സോ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഹി ഈസ് എ കംഫർട്ടർ, എസ്പെഷ്യലി വെൻ യു ആർ ഇൻ ട്രബിൾ, വെൻ യു ആർ പെർസിക്യൂട്ടഡ്. ഹി ഈസ് എ കംഫർട്ടർ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ചാപ്റ്റർ 16 പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആണ് അവിടെ പറയുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവരെല്ലാവരും ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായക കൊണ്ട് ഇങ്ങനെയും ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നോക്കുക, അവിടെ ഈ പ്രയാസങ്ങളുടെ സമയത്ത് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ, അവിടെയാണ് കംഫർട്ടർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അവിടെ കംഫർട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കംഫർട്ടർ. കാര്യം എന്താണ്? നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കുമ്പോഴും നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ആശ്വാസപ്രദനായിട്ട് വരുന്നത്. ശരിക്കും ഒരു ആശ്വാസപ്രദനായിട്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, മാർക്ക് ചാപ്റ്റർ 13 അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ പറവിൻ, പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവ് അത്രേ. നോക്കുക, അതിന് 9-ാമത്തെ വാക്യം മുതലാണത് വരുന്നത്. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിൻ്റെ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുമ്പോഴത്തേക്ക് അവിടെ
ചിലപ്പം ആളുകൾ ചിന്തിക്കുന്നത് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പം നേരത്തെ ഒന്നും പ്രിപ്പയർ ചെയ്യൊന്നും വേണ്ട, ചുമ്മാ വന്ന് നിന്നാൽ മതി, നിൽക്കുമ്പം നമുക്ക് ഇങ്ങി തരും. ചിലപ്പോൾ പറയുമല്ലോ പരിശുദ്ധാത്മാവ് തരും. അങ്ങനെ പരിശുദ്ധാത്മാവ് തരുന്ന കാര്യമൊന്നുമല്ല. യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ, എന്താ പറയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ലാതെ, പ്രാർത്ഥിക്കാതെ നേരെ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുമെന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങളെ പിടിച്ചുകൊണ്ട് നാടുവാഴിയുടെ മുമ്പിൽ കൊണ്ടുപോയി അടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നത് സാക്ഷ്യത്തിനായിട്ടാണ്. അവിടെ നിങ്ങൾ എന്ത് പറയണമെന്നുള്ളത് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്ത് പറയണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. അല്ലാതെ യാതൊരു പ്രിപ്പറേഷനും പ്രാർത്ഥനയും ഇല്ലാതെ വന്ന് സഭായോഗത്തിന് വന്ന് ഇപ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം പറഞ്ഞുകൊണ്ട് നേരത്തെ സന്തോഷിപ്പിച്ചല്ല, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നോക്കുന്ന ഒരു വാക്യം വായിച്ചിരിക്കുന്നതല്ല ഇവിടെ പറയുന്നത്. എന്നാണ് വെൻ വി നീഡ് കംഫർട്ട്, നമുക്ക് കംഫർട്ട് ആവശ്യമുള്ള സമയത്ത് അവൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അതിനുവേണ്ടി തരും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് പത്രോസിനെയും യോഹന്നാനെയും മുടന്തനെ സൗഖ്യമാക്കിയ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ്. അതിൻ്റെ പേരിൽ അവരെ വിളിച്ച് പ്രമാണിമാരുടെ അടുക്കൽ നിർത്തുന്നതായ സമയത്ത് അവര് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാമല്ലോ, പത്രോസൊന്നും അത്ര വലിയ ശക്തന്മാരായ ആളുകളൊന്നും അല്ലായിരുന്നു. ഒരു ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ ഒരു മെയ്ഡ് പത്രോസിനോട് നീ ഇവന്റെ ശിഷ്യനല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിനെതിരെ സംസാരിച്ച വ്യക്തിയാണ് പത്രോസ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എത്ര ധൈര്യത്തോടു കൂടെയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 7-ാം വാക്യം വായിക്കുമ്പോൾ അവരവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിൽ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. നോക്ക്, നേരത്തെ ഒരു മെയ്ഡിന്റെ മുമ്പിലായിരുന്നു പത്രോസ് എന്ത് ചെയ്തത്? യേശുവിനെ തള്ളി പറഞ്ഞത്. ഇപ്പൊ ആരുടെ മുമ്പിലാണ് ധൈര്യത്തോടെ സാക്ഷിക്കുന്നത്? പ്രമാണികളും ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ള ആളുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നിട്ട് അവരോട് കൃത്യമായിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവനിൽ മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. 13-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യമെല്ലാം കിട്ടിയത് എന്നവർ ആശ്ചര്യപ്പെട്ടു. നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ധൈര്യവും ഇവർ പറയാണ്, ഇവർ പഠിപ്പില്ലാത്ത ആളുകളാണ്, പക്ഷെ ഇപ്പൊ പറയുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ്? ഇവരുടെ പഠിപ്പിന്റെ പ്രത്യേകത കൊണ്ടല്ല. പ്രത്യേകത എന്താണ്? പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സാക്ഷിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, when the spirit of the Lord will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അതൊരു ഹോളി സ്പിരിറ്റ് നമുക്ക് കിട്ടുന്ന ഹോളി സ്പിരിറ്റ് നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ശക്തി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തിയാണ്. പക്ഷെ ശക്തിയാണെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? സാക്ഷിക്കാനുള്ള ശക്തിയാണ്. എവിടെ? യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും. അല്ലാതെ സഭയ്ക്കകത്ത് സാക്ഷി പറയുന്ന കാര്യമൊന്നും അല്ല. ഹോളി സ്പിരിറ്റ് നമുക്ക് ശക്തി തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പുറത്ത് സാക്ഷിക്കാനാണ്. അതിനുള്ള ശക്തി. അപ്പം നമുക്കൊരാളൊരു ഒരു റിസോഴ്സ് തന്നു കഴിഞ്ഞാൽ അത് അതിനു വേണ്ടി തന്നെ വേണം ഉപയോഗിക്കാൻ. ഞാൻ ഇതിനെക്കുറിച്ച് പല മെസ്സേജസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു PWD കോൺട്രാക്ടർക്ക് ഗവൺമെൻറ് ഒരു പാലം പണിയാൻ വേണ്ടി 10,000 ചാക്ക് സിമെൻറ്റും 10,000 കിലോ കമ്പിയും കൊടുത്തെന്ന് വയ്ക്കുക. അയാൾ അതുകൊണ്ട് ഒരു നല്ല ഒന്നാന്തരം കൊട്ടാരം പോലെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും പറയത്തില്ല, എന്തേലും പണിതല്ല അയാൾ, പാലം പണിതില്ലെങ്കിൽ ഒരു വീടെങ്കിലും പണിതല്ലോ എന്നാരേലും പറയുമോ? ഇല്ല. എന്തായിരിക്കും നമ്മൾ പറയുന്നത്? കള്ളൻ കണ്ടില്ലേ, പാലം പണിയാൻ കൊടുത്ത കമ്പിയും സിമെന്റും കൊണ്ട് അവൻ വീട് പണിതിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി തരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷിക്കാൻ. അതുകൊണ്ട് സഭയെ കിടന്ന് ചാടുകെങ്കിലും ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങൾക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തന്നിരിക്കുന്നത്? പുറത്തു പോയി സാക്ഷിക്കാനാണ് തന്നിരിക്കുന്നത്. അത് ചെയ്യാതെ ഇവിടെ കിടന്ന് ചാടിയേച്ച് ഞാൻ ആത്മാവിൽ ശക്തി അനുഭവിച്ച് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവും ഇല്ല. സാക്ഷിക്കാത്തവന് ആർ സ്റ്റാൻലി പറഞ്ഞൊരു വാക്ക് ഞാൻ ഒത്തിരി അടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. There is a power in Pentecost and there is a program in Pentecost. പെന്തിക്കോസ്തിന് ഒരു ശക്തിയുണ്ട്, പക്ഷെ പെന്തിക്കോസ്തിന് ഒരു പ്രോഗ്രാമും ഉണ്ട്. പെന്തിക്കോസ്തിന്റെ ശക്തി പെന്തിക്കോസ്തിന്റെ പ്രോഗ്രാമിന് വേണ്ടിയുള്ളതാണ്. എന്താണ് പെന്തിക്കോസ്തിന്റെ പ്രോഗ്രാം? സാക്ഷിക്കുക എന്നുള്ളതാണ് പെന്തിക്കോസ്തിന്റെ പ്രോഗ്രാം. You shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth.
അത് ഉപയോഗിക്കാതെ പരിശുദ്ധാത്മാവിൽ കിടന്ന് ചാടിയിട്ടും തുള്ളിയിട്ടും ഒരു കാര്യമില്ല. ഇവിടെ ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്ത് എനിക്ക് വിരോധമൊന്നുമില്ല, അതൊക്കെ ഒരു എക്സസൈസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തിനാണ്? പുറത്തു പോയി സാക്ഷിക്കാനുള്ള ഒരു ആത്മചൈതന്യമൊക്കെ പ്രാപിച്ചോ നിങ്ങൾ? ചിലർ ചാടും, ചിലർ ചാടത്തില്ല, ചാടുന്നവരുണ്ട്, ചാടാത്തവരുണ്ട്, എനിക്കതൊന്നും വിഷയമല്ല. പക്ഷേ സാക്ഷിക്കാതെ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, ഒന്ന്, കൽപ്പനകളെ അനുസരിക്കാൻ, ഫസ്റ്റ് ഓഫ് ഓൾ കൽപ്പനകളെ അനുസരിക്കാൻ. രണ്ട്, സകല സത്യത്തിലേക്കും നടക്കാനാണ്. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. സകല സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് നോയിങ് ജീസസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓഫ് കോഴ്സ് നമുക്ക് റൈച്ചസ്, നമ്മൾ അടുത്ത ഭാഗം നമ്മൾ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്നയാളാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഭാഗങ്ങൾ വായിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും. നീതിയെക്കുറിച്ച്, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ എടുക്കപ്പെടുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുത്തും. എന്താണ് നീതി എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ആരാണ്? ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് ദാറ്റ് സേസ് അബൌട്ട് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നീതിയോടുകൂടെ ജീവിക്കാൻ ആവശ്യമായ സകല വഴികളും, എന്താണ് നീതി എന്നുള്ളത് കൃത്യമായി ആര് പഠിപ്പിച്ചു തരുന്നു? ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നു, ഒരു സംശയമില്ല. ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. എന്നാൽ ന്യായവിധി എന്ന് പറയുന്നത്, ന്യായവിധിയുടെ മുമ്പാകെ നമ്മൾ എല്ലാവരും നിൽക്കണതാണ്. സോ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സത്യത്തിലുള്ള വഴി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും. അത് ഒരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യം ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ആ ഒരു ബോധ്യം, ആ ഒരു അറിവ്, പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർത്തും. ശരിക്കും വഴികൾ അറിയുക മാത്രമല്ല, യേശുവിനെയും കൂടെ അറിയണം. യേശുവിനെ അറിയുമ്പോഴാണ് ബാക്കിയുള്ള, ഞാൻ പറയട്ടെ, ശരിക്കും നമുക്ക് നീതിയുള്ള വഴി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീതിയുള്ള വഴിയെ നടക്കാനുള്ള വലിയൊരു ടെൻഡൻസി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നീതിയുള്ള വഴിയെ നടക്കുമ്പോഴും നമുക്കൊരു അതൊരു ബേർഡൻ ആയിരിക്കും. അത് ശരിയാണല്ലോ. നമ്മളിപ്പം ഇന്ന കാര്യം ചെയ്യരുതെന്നൊക്കെ പറയുമ്പോഴെല്ലാം നമുക്കതൊരു ബേർഡനായിട്ടാണ്. പിള്ളേർക്കാണെങ്കിലല്ലോ വിശ്വാസത്തിൽ വരികയും പോയി വന്നും പോയി, ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്കൊരു ബേർഡനായിട്ട് തോന്നും. പക്ഷേ വെൻ യു നോ ജീസസ്, പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ചവറെന്ന്, ഛേദമെന്ന്, ഐ കൺസിഡർ ഇറ്റ് ആസ് ഡൺ.